ഹലോ എവ്രി വൺ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തെർമൽ റേഡിയേഷൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ് പറഞ്ഞു നിർത്തിയത് അല്ലേ. ഇൻറ്റൻസിറ്റിയും അതുപോലെ വേവ് ലെങ്ത്തും തമ്മിലുള്ള ഒരു റിലേഷൻ നമുക്ക് ഒരു തെർമൽ ബോഡിയുടെ കേസിൽ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യണം അല്ലേ. എന്താ തെർമൽ ബോഡി എന്ന് പറഞ്ഞാൽ ഒരു ഹീറ്റായിട്ട് ഗ്ലോ ചെയ്യുന്ന മെറ്റീരിയൽ അല്ലേ. ഹീറ്റായിട്ട് സാധാരണ എന്ത് ചെയ്യും, മെറ്റീരിയൽസ് റേഡിയേഷൻ എമിറ്റ് ചെയ്യും. ഇനി അതിൻ്റെ ഒരു കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഐഡിയൽ കേസ് ഇമാജിൻ ചെയ്തിരുന്നു. അതാണ് ബ്ലാക്ക് ബോഡി എന്ന് പറഞ്ഞ മെറ്റീരിയൽ അല്ലേ. ബ്ലാക്ക് ബോഡി നമ്മൾ കൺസിഡർ ചെയ്ത് എന്തായിരുന്നു, ഒരു മെറ്റാലിക് ബോക്സ് വിത്ത് എ ക്യാവിറ്റി അല്ലേ. അതിനകത്തൊരു ഹോൾ ഉണ്ട് അല്ലേ. ആ ഹോളിനകത്തൂടെ എന്താണ് റേഡിയേഷൻസ് കൊടുത്തിട്ടുള്ള ഒരു സെറ്റപ്പ് ഒക്കെ അതൊക്കെ നമ്മൾ വിശദമായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്. ഓക്കെ, ഇനി അത്തരത്തിലൊരു ബോക്സ് നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ ഒരു ഹോള് ഗ്ലോ ചെയ്യും എന്നുള്ളൊരു കൺസെപ്റ്റ് പറഞ്ഞിട്ടാണ് നമ്മൾ നിർത്തിയത്. ഇനി നമുക്ക് അതിൻ്റെ ഒരു ക്ലാസിക്കൽ അപ്രോച്ച് ഒന്ന് നോക്കാനുണ്ട്. എങ്ങനെയാണ് ക്ലാസിക്കൽ മെക്കാനിക്സ് അല്ലെങ്കിൽ ക്ലാസിക്കൽ തെർമോഡൈനാമിക്സ് ഒക്കെ വെച്ചിട്ട് ഇത്തരത്തിലുള്ളൊരു തെർമൽ റേഡിയേഷന് എക്സ്പ്ലനേഷൻ കൊടുത്തേ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ടൈറ്റിൽ ചെയ്ത ക്ലാസിക്കൽ തിയറി ഓഫ് തെർമൽ റേഡിയേഷൻ. അതിനോടൊപ്പം എന്ത് ചെയ്ത റെയ്ലി ജീൻസ് ഫോർമുല എന്ത് ചെയ്ത. ഓക്കെ, റെലേ ജീൻസ് RAYLEIGH ജീൻസ്, ജെയിംസ് ജീൻസ് അതുപോലെ റെയ്ലേ എന്ന് പറഞ്ഞ രണ്ട് പേരാണ് എന്ത് ചെയ്തത്, ഈ ഒരു ക്ലാസിക്കൽ അപ്രോച്ച് നടത്തിയത്. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ ആവശ്യം എന്താണ്, ഇൻറ്റൻസിറ്റിയും അതുപോലെ വേവ് ലെങ്ത്തും തമ്മിലൊരു റിലേഷൻ ഒബ്റ്റെയിൻ ചെയ്യണം അല്ലേ. നമ്മൾ അന്നൊരു ഗ്രാഫ് പറഞ്ഞിരുന്നു. ആ ഗ്രാഫിൻ്റെ പ്ലോട്ട് നമുക്ക് തിയററ്റിക്കലി ഒബ്റ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അത്തരത്തിലുള്ള ഒരു എക്സ്പ്ലനേഷന് വേണ്ടിയിട്ട് റെയ്ലേ ജീൻസ് കുറച്ച് സ്റ്റെപ്സ് ആയിട്ടാണ് നീങ്ങിയത്. ഓക്കെ, അതൊരു അസംഷൻസ് ആയിട്ടോ അല്ലെങ്കിൽ അവരുടെ ഒരു പ്രൊസീജിയർ ആയിട്ട് നിങ്ങൾ എഴുതാം. ഓക്കെ, ടെക്സ്റ്റിനകത്ത് പോയിന്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് അവർ പറഞ്ഞെന്താണ്, അതായത് ഈ ക്യാവിറ്റിക്കകത്ത് എന്തുണ്ട്, തെർമൽ റേഡിയേഷൻസ് അല്ലേ. ഈ ക്യാവിറ്റിക്കകത്ത് തെർമൽ റേഡിയേഷൻസ് ഉണ്ട്. ഓക്കെ, നമ്മൾ പറഞ്ഞ ബ്ലാക്ക് ബോഡി മെറ്റാലിക് ബോക്സ്, അതിനൊരു ഹോൾ ഉണ്ട്. അത്തരത്തിലുള്ള ഒരു ക്യാവിറ്റി നമ്മൾ ചൂടാക്കി കഴിഞ്ഞാൽ അതിനകത്ത് ഉണ്ടാവും ഈ പറഞ്ഞ റേഡിയേഷൻസ്, ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് പ്രൊഡ്യൂസ് ചെയ്യും. അതുപോലെ ആ ഹോളിലൂടെ ഉള്ളിലേക്ക് പോയ റേഡിയേഷൻസ് അവിടെ ട്രാപ്പ് ആവുകയും ചെയ്യും. ഓക്കെ, അപ്പം ദ റേഡിയേഷൻ ഇൻസൈഡ് ദ ക്യാവിറ്റി അറ്റ് എ ടെമ്പറേച്ചർ T കൺസിസ്റ്റ് ഓഫ് സ്റ്റാൻഡിങ് വേവ്സ് വിത്ത് നോഡ്സ് അറ്റ് ദി മെറ്റാലിക് സർഫസ്. ഓക്കെ, ഇത്തരത്തിലുള്ള ഒരു ബോക്സിനകത്ത് ഉള്ള റേഡിയേഷൻസ് ഉണ്ടല്ലോ, തെർമൽ റേഡിയേഷൻസ് ഉണ്ടല്ലോ, അത് എങ്ങനെയാണ് സ്റ്റാൻഡിങ് വേവ്സ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ബിഹേവ് ചെയ്യുന്നത് അല്ലേ. ഇനി എന്താണ് സ്റ്റാൻഡിങ് വേവ്സ് എന്ന് പറഞ്ഞാൽ, അതായത് ഇതാണ് ബോക്സ് എന്ന് കരുതുക. ഓക്കെ, ഇതിനകത്ത് എന്തുണ്ട്, റേഡിയേഷൻസ് ഉണ്ട്. ആ റേഡിയേഷൻസ് എങ്ങനെ ഉണ്ടാവുക, ഈ രീതിയിൽ അല്ലേ. ഇങ്ങനെ അങ്ങോട്ട് തട്ടും, അതുപോലെ ഇങ്ങോട്ട് വരും. അത്തരത്തിൽ ഇങ്ങനെ നമ്മൾ ഒന്നെങ്കിൽ ഇങ്ങനെ അല്ലേ, അല്ലെങ്കിൽ എന്താണ് ഈ രീതിയിൽ ഒരു ഫുൾ വേവ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താണ് അതിൻ്റെ നോട്ട്സ് മെറ്റാലിക് സർഫസിൻ്റെ ആ കറക്റ്റ് സർഫസിലാണ് എന്ത് ചെയ്യുക, അപ്പിയർ ചെയ്യുക. ഓക്കെ, ഒരു ക്രസ്റ്റോ അല്ലെങ്കിൽ ട്രഫോ അല്ലേ. അപ്പം ഇത്തരത്തിലൊരു ബോക്സിനകത്ത് തെർമൽ റേഡിയേഷൻസ് സ്റ്റാൻഡിങ് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കണ്ടീഷൻ ഇതാണ്. എന്താണ്, ദ ലെങ്ത് ഓഫ് ദ ബോക്സ് ഷുഡ് ബി ആൻ ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ഹാഫ് വേവ് ലെങ്ത് അല്ലേ. അതായത് L = n λ/2. ഓക്കെ, ഇത്തരത്തിലൊരു ബോക്സിനകത്ത് സ്റ്റാൻഡിങ് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കണ്ടീഷനാണ് ഞാൻ പറഞ്ഞത്. ദ ലെങ്ത് ഓഫ് ദ ബോക്സ്, ഈ ബോക്സിൻ്റെ ലെങ്ത് എല്ലാം കരുതുക. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കണം, ദാറ്റ് ഷുഡ് ബി ആൻ ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ഹാഫ് വേവ് ലെങ്ത് അല്ലേ. വേവ് ലെങ്ത്തിൻ്റെ പകുതിയുടെ ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾസ് ആയിരിക്കണം എന്ത്, ബോക്സിൻ്റെ ലെങ്ത്. ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ എന്താണ്, അവിടെ സ്റ്റാൻഡിങ് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, ഇത് നമുക്കൊരു സ്ട്രെച്ചഡ് സ്ട്രിങ്ങുമായിട്ടൊക്കെ കമ്പയർ ചെയ്യാം. ഓക്കെ, നമ്മൾ സ്ട്രെച്ചഡ് സ്ട്രിങ്സിൽ ഉണ്ടാകുന്ന വേവ്സിനെ കമ്പയർ ചെയ്തിരുന്നു. അതെന്താണ്, സ്റ്റാൻഡിങ് വേവ്സ് ആണ് അല്ലേ. ആൻഡ് ഇറ്റ് ക്യാൻ ആൾസോ ബി കമ്പയർഡ് ടു എ ഹാർമോണിക് ഓസിലേറ്റർ. ആ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. ഓക്കെ, നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക, ഈ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ അല്ലെങ്കിൽ തെർമൽ റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ അത്ര വലിയൊരു തിയറി ഒന്നുമല്ല. ഓക്കെ, ക്ലാസിക്കൽ തിയറിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് പുതിയൊരു തിയറി കൊണ്ടുവന്നു എന്ന് മാത്രം മനസ്സിലാക്കുക. ഓക്കെ, സാധാരണ നമ്മളൊരു മെറ്റീരിയൽ ചൂടാക്കി എന്താവും, അത് കത്തി, ഇപ്പോൾ ഇരുമ്പാണെങ്കിൽ എന്താവും, അത് റെഡ് ഹോട്ട് ആവും, പിന്നെ യെല്ലോ ആവും, പിന്നെ വൈറ്റ് ആവും, അത് നമുക്കറിയാം. അപ്പം എന്ത് ചെയ്യുന്നുണ്ട്, അവർ റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നുണ്ട്. ആ റേഡിയേഷൻ്റെ ഇൻറ്റൻസിറ്റിയും ആ എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻ്റെ വേവ് ലെങ്ത്തും തമ്മിലൊരു റിലേഷൻ ഒബ്റ്റെയിൻ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ഞാൻ പറയാൻ പോകുന്നത്, ഈ മെറ്റാലിക് സർഫസ് നമ്മൾ എന്ത് ചെയ്യാണ്, ഈ മെറ്റാലിക് സർഫസിൽ എന്തുണ്ട്, ഇലക്ട്രോൺസ് ഉണ്ട്. ഓക്കെ, ആ മെറ്റാലിക് സർഫസിൽ ഇലക്ട്രോൺസ് ഉണ്ട്. നമ്മളിത് ഹീറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അത് തെർമൽ വൈബ്രേഷൻസ് അണ്ടർഗോ ചെയ്യും. ഓക്കെ, ഇറ്റ് വിൽ അണ്ടർഗോ ദ ഇലക്ട്രോൺസ് ഓൺ ദി മെറ്റാലിക് സർഫസ് അണ്ടർഗോ
തെർമൽ വൈബ്രേഷൻസ് അല്ലെ, അതിങ്ങനെ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. ആൻഡ് ദാറ്റ് പെർട്ടിക്കുലർ വൈബ്രേഷൻ ഹാസ് എ ഫ്രീക്വൻസി ന്യൂ അല്ലെ. അത്തരത്തിൽ ഒരു ഇലക്ട്രോൺ ഓസിലേറ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ വൈബ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെന്തുണ്ട്, ഒരു ഫ്രീക്വൻസി ഉണ്ട്. കാരണം ഇത് പീരിയോഡിക് മോഷനാണ്, ഒരു ഹാർമോണിക് മോഷനാണ് അല്ലെ. ഇറ്റ് ഹാസ് എ ഫ്രീക്വൻസി ന്യൂ. And we all know that according to electromagnetic theory, a charged particle, an oscillating charged particle will emit electromagnetic radiation അല്ലേ. ഒരു ഓസിലേറ്റ് ചെയ്യുന്ന ചാർജ്ഡ് പാർട്ടിക്കിൾ എന്ത് ചെയ്യും, ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എമിറ്റ് ചെയ്യും. ആൻഡ് ദ ഫ്രീക്വൻസി ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ എമിറ്റഡ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് വിൽ ബി ഈക്വൽ ടു ദ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ ഓഫ് ദി ഇലക്ട്രോൺ അല്ലേ. അവിടെ നമ്മൾ ആ ഒരു മെറ്റീരിയൽ ചൂടാക്കി കഴിഞ്ഞാൽ ആ സർഫസിലുള്ള ഇലക്ട്രോൺസ് തെർമൽ വൈബ്രേഷൻസ് ഉണ്ടാക്കും അല്ലേ. ആ ഓസിലേഷൻസിന്റെ ഫ്രീക്വൻസി ന്യൂ ആണെന്ന് കരുതുക. അപ്പോൾ ഇലക്ട്രോൺസ്, ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആണ് ഓസിലേറ്റ് ചെയ്യുന്നത്. ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഓസിലേറ്റ് ചെയ്താൽ എന്ത് ചെയ്യും, അവിടെ റേഡിയേഷൻ പുറത്തേക്ക് വരും. തെർമൽ റേഡിയേഷൻസ് അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് പുറത്തേക്ക് വരും. ആ റേഡിയേഷന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈ ഓസിലേഷന്റെ ഫ്രീക്വൻസി തന്നെയായിരിക്കും എന്നുള്ളത്. ആ ഒരു കോൺസെപ്റ്റ് നിർബന്ധമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, അപ്പം ഇത്തരത്തിൽ ബോക്സിനകത്ത് തെർമൽ റേഡിയേഷൻസ് സ്റ്റാൻഡിങ് വേവ്സ് ഫോം ചെയ്യുന്നു. ഓക്കെ, അതുണ്ടാവാനുള്ള കണ്ടീഷൻ ദ ലെങ്ത് ഓഫ് ദ ബോക്സ് ഷുഡ് ബി ആൻ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ദി ഹാഫ് വേവ് ലെങ്ത് അല്ലേ, അതാണ്. ഇനി അദ്ദേഹം പറഞ്ഞ രണ്ടാമത്തെ അസംഷൻ എന്ന് പറയുന്നത് എന്ത് ചെയ്തു, ഈ റെയ്ലേ ആൻഡ് ജീൻസ് എന്ത് ചെയ്തു, ഈ നമ്പർ ഓഫ് സ്റ്റാൻഡിങ് വേവ്സിന് ഒരു ഫോർമുല ഒബ്റ്റെയിൻ ചെയ്തു അല്ലേ. അതിനകത്തുണ്ടാവുന്ന നമ്പർ ഓഫ് സ്റ്റാൻഡിങ് വേവ്സ് നമുക്ക് എന്താ കാണണ്ടേ. ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയാം, ടെക്സ്റ്റിനകത്ത് ഒരു വേവ് ലെങ്ത്തുമായിട്ട് പ്രൊസീഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതായത് ഈ ഡെറിവേഷൻസ് ഒക്കെ ചെയ്തിട്ടുള്ളത് വേവ് ലെങ്ത്തിന്റെ ടേംസിലാണ്. ഓക്കെ, ഇനി ഞാൻ ചെയ്യുന്നത് ഫ്രീക്വൻസിന്റെ ടേംസിലാണ്. കാരണം ഞാൻ കാലങ്ങളായിട്ട് ഞാനും അതുപോലെ പല ടെക്സ്റ്റുകളും എന്താണ് ഫ്രീക്വൻസിന്റെ ടേംസിലാണ് ഈ പറഞ്ഞ ഡെറിവേഷൻ ചെയ്യാറുള്ളത്. ഈ കെന്നത്ത് ക്രെയിനിൽ ഒരു വേവ് ലെങ്ത് ഡെറിവേഷൻ ആണ്. അപ്പോൾ എനിക്കൊരു കുറച്ചൊരു ന്യൂ ആയതുകൊണ്ട് ഞാനത് ഫോളോ ചെയ്യില്ല എന്ന് മാത്രം. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഫോളോ ചെയ്യാം. ഞാൻ രണ്ടിൻ്റെയും എന്താണ് കമ്പാരിസൺ ഞാൻ പറഞ്ഞുതരും. ഓക്കെ, അത് വി ഈക്വൽ ടു ന്യൂ ലാംഡ, അതാണ് വേവ് ലെങ്ത്തും ഫ്രീക്വൻസിയും തമ്മിലുള്ള റിലേഷൻ. അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റും. ഓക്കെ, ഇനി അപ്പം ഈ നമ്പർ ഓഫ് സ്റ്റാൻഡിങ് വേവ്സിന് അദ്ദേഹം ഒരു ഫോർമുല കണ്ടെത്തി. എന്തായിരുന്നു ആ ഫോർമുല? ദ നമ്പർ ഓഫ് സ്റ്റാൻഡിങ് വേവ്സ് വിത്ത് ഫ്രീക്വൻസി ബിറ്റ്വീൻ ന്യൂ ആൻഡ് nu plus d nu is given by n of nu d nu is equal to 8 pi nu square by c cube d nu. ഓക്കെ, ഇതെന്താണ്, ഇതിനകത്ത് സ്റ്റാൻഡിങ് വേവ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് എന്താ കാണണ്ടേ, അവരുടെ എനർജി കാണണം, അതുവഴി ഇൻറ്റൻസിറ്റി കാണണം. എന്നിട്ട് ഇൻറ്റൻസിറ്റിയും വേവ് ലെങ്ത്തും തമ്മിലുള്ളൊരു റിലേഷൻ ഒബ്റ്റെയിൻ ചെയ്യണം. ഓക്കെ, ഇവിടെ ഈ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നുണ്ട്, തെർമൽ വൈബ്രേഷൻസ് നടത്തുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ ഫ്രീക്വൻസിയും ഇതിനകത്തുള്ള ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൻ്റെ ഫ്രീക്വൻസിയും സെയിം ആണ്. നമുക്ക് എന്താ പഠിക്കേണ്ടത്, തെർമൽ റേഡിയേഷൻസിനെയാണ്. അപ്പോൾ നമുക്ക് രണ്ടിനെ വേണമെങ്കിൽ പഠിച്ചാലും നമുക്ക് സെയിം റിസൾട്ടാണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ നമ്മളിനി അൾട്ടിമേറ്റ്ലി ഞാൻ തുടക്കം മുതലേ പറയാം, നമ്മളെന്താ കണ്ടെത്താൻ പോകുന്നത്, ദ ഇലക്ട്രോമാഗ്നറ്റിക് എനർജി ഡെൻസിറ്റി ഇൻസൈഡ് ദ ക്യാവിറ്റി. ഈ ക്യാവിറ്റിക്കകത്തുള്ള ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ്റെ എനർജി ഡെൻസിറ്റിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, ഇനി എന്താണ് എൻ ഓഫ് ന്യൂ ഡി ന്യൂ എന്ന് പറഞ്ഞാൽ, ദ നമ്പർ ഓഫ് സ്റ്റാൻഡിങ് വേവ്സ് ഹാവിങ് ഫ്രീക്വൻസി ബിറ്റ്വീൻ ന്യൂ ആൻഡ് ന്യൂ പ്ലസ് ഡി ന്യൂ. ചുരുക്കി പറഞ്ഞാൽ ഡി ന്യൂ എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഇൻ്റർവെലിനകത്തുള്ള വേവ്സിൻ്റെ അകത്തെ നമ്പർ ഓഫ് സ്റ്റാൻഡിങ് വേവ്സ് ആണ് എന്ത്, 8 pi nu square by c cube d nu എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ ഒരൊറ്റ പ്രാവശ്യം ഇതിനെ വേവ് ലെങ്ത്തിൻ്റെ ടേംസിൽ പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ എന്താണ്, നമ്മുടെ c ഈക്വൽ ടു ന്യൂ ലാംഡയാണ്. സാധാരണ ഫോർമുല v ഈക്വൽ ടു ന്യൂ ലാംഡ ആണ്. ഞാൻ c ഈക്വൽ ടു ന്യൂ ലാംഡ എടുക്കാൻ കാരണം ഇതിൻ്റെ വെലോസിറ്റി എന്താണ്, c ആണ്, ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസാണ്. ഓക്കെ, ഇനി എനിക്ക് എന്താ വേണ്ടത്, ലാംഡേനെയും ന്യൂവിനും തമ്മിലൊരു റിലേഷൻ ഉണ്ടാക്കണം. ഓക്കെ, അപ്പോൾ എനിക്ക് എന്ത് ചെയ്താം, ന്യൂ ഈക്വൽ ടു സി ബൈ ലാംഡ എന്ന് എഴുതാം. ഓക്കെ, ന്യൂ ഈക്വൽ ടു സി ബൈ ലാംഡ. ഓക്കെ, ഇനി ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. ഇപ്പുറം അപ്പുറം ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ എന്താ കിട്ടുക, ഡി ന്യൂ ഇസ് ഈക്വൽ ടു എന്താ വരിക, ഇത് 1 by ലാംഡ 1 by x എന്നുള്ള ഫോമാറ്റാണ്. നമുക്ക് പെട്ടെന്ന് ഡയറക്റ്റ്ലി ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റില്ല. 1 by x എന്ന് പറഞ്ഞ ഫോമാറ്റാണ്. എന്താ 1 by x-ൻ്റെത്, ഇവിടെ സി ഉണ്ട്, 1 by x ഉണ്ട്, -1 by x² ആണ് അല്ലേ.
ഇൻറ്റു ഡി ലാംഡ എന്ന് വരും അല്ലേ. ഓക്കെ, അപ്പോൾ ഡി ന്യൂവിൻ്റെ സ്ഥാനത്ത് എന്താ വരിക? മൈനസ് സി ബൈ ലാംഡ സ്ക്വയർ ഇൻറ്റു ഡി ലാംഡ. ഇനി നമ്മൾ കാൽക്കുലേഷനകത്ത് നമ്മൾ മാഗ്നിറ്റ്യൂഡ് എടുക്കുന്നുള്ളൂ, അതുകൊണ്ട് ഞാൻ ആ നെഗറ്റീവ് ഇനി ചൂസ് ചെയ്യില്ല. ഓക്കെ, ഇത് നിങ്ങളൊരു സൈഡിൽ എഴുതിയാൽ മതി. ഇത് നിങ്ങൾ ഫ്രീക്വൻസി ടേംസിലാണെങ്കിൽ ഇതൊരു സൈഡിൽ എഴുതിയാൽ മതി. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ ഇതെന്താണ്? എൻ ഓഫ് ന്യൂ ഡി ന്യൂ അല്ലേ. അപ്പോൾ നമുക്ക് ലാംഡയുടെ ടേംസിലാണെങ്കിൽ എൻ ഓഫ് ലാംഡ ഡി ലാംഡ എന്ന് പറയുന്നത് എന്താവും? എന്താ വരിക? 8π ബൈ സി ക്യൂബ്, 8π ബൈ സി ക്യൂബ് ഇൻറ്റു ന്യൂ സ്ക്വയർ. ന്യൂ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? സി സ്ക്വയർ ബൈ ലാംഡ സ്ക്വയർ അല്ലേ. ന്യൂ സ്ക്വയർ എന്ന് പറഞ്ഞാൽ സി സ്ക്വയർ ബൈ ലാംഡ സ്ക്വയർ ഇൻറ്റു ഡി ന്യൂ ആണ്. ഡി ന്യൂവിൻ്റെ സ്ഥാനത്ത് എന്താ ചെയ്യുക? സി ബൈ ലാംഡ സ്ക്വയർ ഇൻറ്റു ഡി ലാംഡ. മാഗ്നിറ്റ്യൂഡ് മാത്രം എഴുതുക. സി ബൈ ലാംഡ സ്ക്വയർ ഇൻറ്റു ഡി ലാംഡ എന്ന് വരും അല്ലേ. അപ്പോൾ എന്താവും? ഇവിടെ സി സ്ക്വയർ ഇൻറ്റു സി എന്താണ്? സി ക്യൂബ് ആണ് അല്ലേ. അതും ഇതും കട്ട് ചെയ്ത് പോകും. ബാക്കി എന്താ കിട്ടാം? 8π ബൈ ലാംഡ റൈസ് ടു 4 ഇൻറ്റു ഡി ലാംഡ എന്ന് വരും. ഓക്കെ, ഈ ഒരു എക്സ്പ്രഷനാണ് നിങ്ങളുടെ കെന്നത്ത് ക്രെയിൻ എന്ന് പറഞ്ഞ ടെക്സ്റ്റിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇതാണ് വേവ് ലെങ്ത്തിൻ്റെ ടേംസിലാണ്. അപ്പോൾ ഞാൻ ഇതാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഫ്രീക്വൻസിൻ്റെ ടേംസിൽ. ഇനി കെന്നത്ത് ക്രെയിനകത്ത് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. എന്ത്? ഇവിടെ ഒരു വി വരുന്നുണ്ട്, അതുപോലെ ഇവിടെ ഒരു വി വരുന്നുണ്ട്. അതെന്താണ്? വോളിയം ആണ്. ഓക്കെ, പക്ഷേ ഞാനിവിടെ എൻ ഓഫ് ന്യൂ ഡി ന്യൂ എന്ന് പറഞ്ഞാൽ എന്താ പറയുക? നമ്പർ ഡെൻസിറ്റിയാണ്. നമ്പർ ഓഫ് സ്റ്റാൻഡിങ് വേവ്സ് പെർ യൂണിറ്റ് വോളിയം. ഓക്കെ, പ്രത്യേകം എഴുതണം അത് കേട്ടോ. ദിസ് ഈസ് ദി നമ്പർ ഓഫ് സ്റ്റാൻഡിങ് വേവ്സ് പെർ യൂണിറ്റ് വോളിയം ഹാവിങ് ഫ്രീക്വൻസീസ് ബിറ്റ്വീൻ ന്യൂ ആൻഡ് ന്യൂ പ്ലസ് ഡി ന്യൂ. ഓക്കെ, അതുപോലെ ഇതിൻ്റെ ടേംസിലാണെങ്കിലോ നമ്പർ ഓഫ് സ്റ്റാൻഡിങ് വേവ്സ് പെർ യൂണിറ്റ് വോളിയം having wavelength between lambda and lambda plus d lambda. ഓക്കെ, അത് 8π ബൈ ലാംഡ റൈസ് ടു 4 ഇൻറ്റു വി ഡി ലാംഡ എന്നാണ് ടെക്സ്റ്റിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഞാൻ പെർ യൂണിറ്റ് വോളിയം ആക്കിയതുകൊണ്ട് ടെക്സ്റ്റിനകത്ത് കുറച്ച് കഴിഞ്ഞിട്ട് എനർജി നമ്പർ പെർ യൂണിറ്റ് വോളിയം ആക്കുന്നുണ്ട്. അപ്പോൾ ഒരു വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആ വി ടേം പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ. അപ്പോൾ ക്ലിയർ ആയല്ലോ. അപ്പം ഇതാണ് വേവ് ലെങ്ത് അപ്രോച്ച്, ഇതാണ് ഫ്രീക്വൻസി അപ്രോച്ച്. അപ്പോൾ ഇനി ഞാനിത് പറയില്ല കേട്ടോ. ഇങ്ങനെയാണ് വേവ് ലെങ്ത്തും ഫ്രീക്വൻസിയും തമ്മിൽ റിലേറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ നമ്മൾ എന്ത് കണ്ടെത്തി? നമ്പർ ഓഫ് സ്റ്റാൻഡിങ് വേവ്സ് പെർ യൂണിറ്റ് വോളിയം കണ്ടെത്തി. ഓക്കെ, ഇതാണ്. ഇനി ഇത് രണ്ടാമത്തത്. ഓക്കെ, ഇനി മൂന്നാമത്തെ അദ്ദേഹത്തിൻ്റെ ഒരു അസംഷൻ അല്ലെങ്കിൽ ആ പ്രൊസീജിയറിനകത്ത് മൂന്നാമത്തേത് എന്ന് പറഞ്ഞാൽ ദ ഇലക്ട്രോമാഗ്നറ്റിക് എനർജി ഡെൻസിറ്റി in the frequency range between nu and nu plus d nu is given by u of nu d nu is equal to n of nu d nu into average energy. എന്താ പറഞ്ഞത്? The electromagnetic energy density in the frequency range nu and nu plus d nu is given by u of nu d nu equal to number of standing waves into average energy എന്നാണ്. ഓക്കെ, അത് ഞാൻ പറഞ്ഞു നമുക്ക് എന്താണ്? ആ റേഡിയേഷൻ്റെ എനർജി ഡെൻസിറ്റി കണ്ടെത്തണം അല്ലേ. എന്നിട്ടാണ് നമ്മൾ ഇൻറ്റൻസിറ്റി കാണുന്നത്. അവിടെയുള്ള തെർമൽ റേഡിയേഷൻസിൻ്റെ എനർജി ഡെൻസിറ്റി കണ്ടെത്തണം. ആ എനർജി ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? എത്ര വേവ്സ് ഉണ്ടെന്ന് നോക്കുക, അവനെ ആവറേജ് എനർജി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, എന്താണ്? എനർജി ഡെൻസിറ്റി ഈസ് ഗിവൺ ബൈ നമ്പർ ഓഫ് സ്റ്റാൻഡിങ് വേവ്സ് മൾട്ടിപ്ലൈഡ് ബൈ ആവറേജ് എനർജി ഓഫ് ദി ഓസിലേറ്റർ അല്ലെങ്കിൽ ആവറേജ് എനർജി ഓഫ് ദി ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. ഓക്കെ ആണല്ലോ. അത് രണ്ടും സെയിം ആണ് കേട്ടോ. ഇലക്ട്രോമാഗ്നറ്റിക് എനർജി ഡെൻസിറ്റി എന്ന് പറഞ്ഞാലും എനർജി ഡെൻസിറ്റി ഓഫ് ദി ഓസിലേറ്റർ എന്ന് പറഞ്ഞാലും സെയിം ആണ്. കാരണം ഞാൻ പറഞ്ഞു ഓസിലേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി തന്നെയാണ് റേഡിയേഷനും എന്ന്. ഓക്കെ, അങ്ങനെ. ഇനി ഇവിടുന്ന് ആവറേജ് എനർജി എന്ന് പറഞ്ഞതാണ് ഇലക്ട്രോമാഗ്നറ്റിക് എനർജി ഡെൻസിറ്റി ഇൻസൈഡ് ദ ക്യാവിറ്റി അല്ലേ. വേർ ഇങ്ങനെ ചെയ്ത എക്സ്പെക്ടേഷൻ ഇ ആവറേജ് എനർജി ഇറ്റ് ഈസ് ദി ഇലക്ട്രോമാഗ്നറ്റിക് എനർജി ഇൻസൈഡ് ദ ക്യാവിറ്റി. ഓക്കെ, അല്ലെങ്കിൽ എന്തും പറയാം എനർജി ഡെൻസിറ്റി ഓഫ് ദി ഇലക്ട്രോൺസ് അറ്റ് ദി ക്യാവിറ്റി വാൾസ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഓക്കെ, ഇതിനെ രണ്ട് രീതിയിൽ പറയാം. ഒന്നെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് എനർജി ഇൻസൈഡ് ദ ക്യാവിറ്റി, ക്യാവിറ്റിക്കകത്തുള്ള ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ്റെ എനർജി, അല്ലെങ്കിലോ എനർജി ഡെൻസിറ്റി ഓഫ് ദി ഇലക്ട്രോൺസ് അറ്റ് ദി ക്യാവിറ്റി വാൾ, ക്യാവിറ്റി വാൾസിൽ വൈബ്രേറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസിൻ്റെ എനർജി ഡെൻസിറ്റി. അങ്ങനെ രണ്ട് രീതിയിലും ഇതിനെ പറയാം. ഇനി
ഇവിടുന്ന് ഒരു ക്ലാസിക്കൽ അപ്രോച്ചാണ് നടത്തിയത്. ഓക്കെ, അക്കോർഡിംഗ് ടു ഇക്വിപാർട്ടീഷൻ തിയറി ഓഫ് ക്ലാസിക്കൽ തെർമോഡൈനാമിക്സ്. According to equipartition theory of classical thermodynamics, all the oscillators in the cavity have same energy irrespective of the frequency. പ്രത്യേകം നോട്ട് ചെയ്യണം, അതുകൊണ്ടാണ് ഞാനത് നോട്ടായിട്ട് തന്നെ പറയുന്നത്. According to equipartition theorem of classical thermodynamics, all the oscillators in the cavity have same energy irrespective of their frequencies. ക്ലാസിക്കൽ തെർമോഡൈനാമിക്സിൻ്റെ ഇക്വിപാർട്ടീഷൻ തിയറി പ്രകാരം, ഓക്കെ, അന്നുണ്ടായിരുന്ന ക്ലാസിക്കൽ തെർമോഡൈനാമിക്സും ഇലക്ട്രോമാഗ്നറ്റിക് തിയറി ഒക്കെ ആണല്ലോ. ആ ക്ലാസിക്കൽ തെർമോഡൈനാമിക്സ് പ്രകാരം അതിനകത്തൊരു ഇക്വിപാർട്ടീഷൻ തിയറി ഉണ്ട്. ഗ്യാസ് ലോസ് ഒക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, അത് പ്രകാരം ഇതിനകത്തുള്ള എല്ലാ ഓസിലേറ്റേഴ്സിനും, മെറ്റാലിക് സർഫസിലുള്ള ഇലക്ട്രോൺ ഓസിലേറ്റേഴ്സിനും ഒരേ എനർജി ആയിരിക്കും, ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ ഫ്രീക്വൻസി. അവർ ഓസിലേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസിനെ അത് ഡിപ്പെൻഡ് ചെയ്യാതെ എല്ലാവർക്കും എന്തായിരിക്കും, ഒരേ എനർജി ആയിരിക്കും. ഇനി ക്ലാസിക്കലി എങ്ങനെയാണ് ആ എനർജി കണ്ടെത്തുക? ദ എനർജി ഈസ് ഫൗണ്ട് ഔട്ട് യൂസിങ് ദ ഫോർമുല ഇൻ്റഗ്രൽ 0 to infinity e raised to minus e by kt dE divided by integral 0 to infinity e raised to minus e by kt dE ആണ്. ഓക്കെ, ഇതാണ് ഫോർമുല. ഓക്കെ, ഇത് എവിടുന്ന് വന്നു എന്ന് ചോദിക്കരുത്. ഇപ്പോൾ തൽക്കാലം നിങ്ങളിത് ചെയ്യാം. ഓക്കെ, അപ്പം അത് നിങ്ങൾ തെർമോഡൈനാമിക്സിനകത്ത് പഠിക്കും. ഓക്കെ, അപ്പം എന്താണ് ക്ലാസിക്കൽ ഫോർമുലേഷൻ പ്രകാരം എനർജി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? 0 to infinity E into e raised to minus e by kt dE by 0 to infinity e raised to minus e by kt dE ആണ്. ഓക്കെ, ഇങ്ങനെയാണ് ഫോർമുലേറ്റ് ചെയ്യുക. ഇനി ഈ ഇൻ്റഗ്രേഷൻ്റെ വാല്യൂ നിങ്ങൾക്ക് അറിയാലോ അല്ലേ? ഈ ഇൻ്റഗ്രേഷൻ ഒരു പക്ഷേ എങ്ങനെ കണ്ടാൽ നിങ്ങൾക്ക് അറിയില്ല, പക്ഷേ ഞാനിത് വേറെ ഫോർമാറ്റിൽ ചെയ്ത് ഞങ്ങൾ ഒറ്റയടിക്ക് ആൻസർ പറയും. ഓക്കെ, ഇൻ്റഗ്രൽ 0 to infinity t raised to n e raised to minus st dt, ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ അല്ലേ? എന്തായിരുന്നു? n ഫാക്ടോറിയൽ ബൈ s raised to n plus 1 അല്ലേ? ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ പഠിച്ചിട്ടില്ലേ അല്ലേ? t raised to n ൻ്റെ റിപ്ലേഷൻ എന്താ? l ഓഫ് t raised to n എന്തായിരുന്നു? n ഫാക്ടോറിയൽ ബൈ s raised to n plus 1 അല്ലേ? അവിടെ എന്തേ മാറ്റുള്ളൂ? ഇവിടെ ഇ ആണ് അല്ലേ? അതുപോലെ ഇവിടെ എസിൻ്റെ സ്ഥാനത്ത് 1/kt ആണ്. ഓക്കെ, അപ്പോൾ എന്തായിരുന്നാലും ഇതിൻ്റെ ആൻസർ എന്താ വരിക? ഇതിൻ്റെ ആൻസർ kt എന്ന് വരും. ഓക്കെ, കൺഫ്യൂഷൻ ഉള്ളവർ ചോദിച്ചാൽ മതി. സിമ്പിളായിട്ടുള്ളൊരു ഡിഫറൻഷ്യൽ ഇൻ്റഗ്രേഷനാണ്. ഓക്കെ, ഇത് 1 ഫാക്ടോറിയൽ ബൈ ഇ റൈസ് ടു kt സ്ക്വയർ എന്ന് വരും. മേലത്തിൻ്റെ ആൻസർ 1 ഫാക്ടോറിയൽ ബൈ ഇ ബൈ kt ഹോൾ സ്ക്വയർ എന്ന് വരും. ഓക്കെ, ഇതിൻ്റെ ആൻസർ 1/e/kt എന്നും വരും. ഓക്കെ, അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് kt എന്ന് ആൻസർ കിട്ടും. ഓക്കെ, ഞാൻ വേണമെങ്കിൽ ഒന്ന് ചെയ്യാം. ഇവിടെ നോക്കാം. ന്യൂമറേറ്ററിൽ 1 ഫാക്ടോറിയൽ ബൈ ഇ ബൈ kt ഹോൾ സ്ക്വയർ എന്ന് വരും, ഡിവൈഡഡ് ബൈ താഴെ 1/e/kt എന്ന് വരും. ഓക്കെ, ഇത് ചെയ്താൽ നിങ്ങൾക്ക് kt എന്ന ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ക്ലാസിക്കലി അവർ ഒബ്റ്റെയിൻ ചെയ്തത് എന്താണ്? ദ average energy per oscillator is kt അല്ലേ? Therefore the energy density u of nu d nu is equal to എന്താണ്? n of nu d nu into e അല്ലേ? എന്താ n of nu d nu എന്ന് പറഞ്ഞാൽ 8 pi nu square by c cube d nu into expectation value of energy എത്ര? average value of energy kt എന്ന് കിട്ടി അല്ലേ? ദാറ്റ് മീൻസ് u of nu d nu is equal to 8 pi nu square by c cube kt d nu എന്ന് കിട്ടി. ഓക്കെ, ദിസ് ഫോർമുല ഈസ് കാൾഡ് റെയ്ലീ-ജീൻസ് ഫോർമുല. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഫോർമുല ഈസ് കാൾഡ് റെയ്ലീ-ജീൻസ് ഫോർമുല. ഓക്കെ, ഇനി അതിൻ്റെ ഒരു വേവ് ലെങ്ത്തിൻ്റെ ടേംസിലുള്ള ഇക്വേഷനും കൂടെ ഞാൻ എഴുതാം. ഓക്കെ, നോക്കാം. u of lambda d lambda is equal to 8 pi kt by lambda raised to 4 d lambda. ഓക്കെ, ഇത് ഫ്രീക്വൻസിൻ്റെ ടേംസിൽ, ഇത് നമ്മുടെ വേവ് ലെങ്ത്തിൻ്റെ ടേംസിൽ. ഓക്കെ, 8 pi nu square by c cube kt d nu. ഇതെന്താണ്? u of lambda d lambda equal to 8 pi kt
ബൈ ലാംഡ റൈസ് ടു 4 ഡി ലാംഡ അല്ലേ. ഇതിനെയാണ് റെയ്ലീ ജീൻസ് ഫോർമുല എന്ന് പറയാം. ഓക്കെ, ഇനി ഇത്തരത്തിലുള്ള റേഡിയേഷന് രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. അത് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വേവ് ലെങ്ത്തിന്റെ ടേംസിലും ആണല്ലോ, നമുക്ക് ഇന്റൻസിറ്റി ഒന്ന് കാണാം. ഓക്കെ, ഐ ഓഫ് ലാംഡ നമ്മൾ ഇന്നലെ ക്ലാസ്സിൽ പഠിച്ചു. ഇന്റൻസിറ്റിക്കുള്ള എക്സ്പ്രഷൻ എന്തായിരുന്നു? C/4 ഇൻറ്റു യു ഓഫ് ലാംഡ. ഇത് അറിയില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മറിച്ച് നോക്കുക. ഇന്റൻസിറ്റി ഈക്വൽ ടു C/4 ഇൻറ്റു യു ഓഫ് ലാംഡയാണ്. അപ്പം C/4 ഇൻറ്റു ഇത് യു ഓഫ് ലാംഡ എന്ന് പറഞ്ഞാൽ അതല്ലേ, മൾട്ടിപ്ലൈ ചെയ്താൽ തട്ടുക 2πc/λ റൈസ് ടു 4 ഇൻറ്റു KT ഡി ലാംഡ എന്ന് കിട്ടും. ഓക്കെ, ഇന്റൻസിറ്റിക്കുള്ള എക്സ്പ്രഷൻ ഇതാണ്. ഓക്കെ, ഇനി ഇത് പ്രകാരമുള്ള പ്ലോട്ട് രണ്ടും ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇത് വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് ഗ്രാഫാണ്. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട രണ്ട് ഗ്രാഫാണ്. കഴിഞ്ഞ പ്രാവശ്യം ഈ ഫ്രീക്വൻസിൻ്റെ ടേംസിലുള്ള ഗ്രാഫ് ഉണ്ടല്ലോ, യു ഓഫ് ന്യൂ ഡി ന്യൂ അതുപോലെ ന്യൂവും തമ്മിലുള്ള ഗ്രാഫ്, അത് പല പ്രാവശ്യം എക്സാമിന് അത് പ്ലോട്ട് ചെയ്യാൻ വേണ്ടി മാത്രം ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, 4 മാർക്കിന്. ഓക്കെ, അതുപോലെ താഴെ ഞാൻ വേറൊരു ഗ്രാഫും കൊടുത്തിട്ടുണ്ട്. എന്ത്? ഇൻറ്റൻസിറ്റിയും അതുപോലെ ഐ ഓഫ് ലാംഡയും ലാംഡയും തമ്മിലുള്ള ഗ്രാഫും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കുക. ഓക്കെ, ഇനി നോക്കുക, ഇതിന് ഈ ഇക്വേഷൻ ഒരു ഭയങ്കര പ്രശ്നമുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, ആസ് ദി ഫ്രീക്വൻസി ടെൻസ് ടു ലാർജർ വാല്യൂസ് അല്ലെങ്കിൽ ആസ് ദി ഫ്രീക്വൻസി ടെൻസ് ടു ഇൻഫിനിറ്റി, എനർജി ഡെൻസിറ്റി ടെൻസ് ടു ഇൻഫിനിറ്റി. ഇതിൻ്റെ ഫ്രീക്വൻസി കൂടി കൂടി വരിക എന്ന് എഴുതുക. ഇതെന്താണ്? അക്കോർഡിംഗ് ടു റെയ്ലീ ജീൻസ് ഫോർമുല ദ എനർജി ഡെൻസിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ഫ്രീക്വൻസി അല്ലേ. ഫ്രീക്വൻസി കൂടി കൂടി വരുന്നതനുസരിച്ച് എനർജി ഡെൻസിറ്റി കൂടി കൂടി വരും അല്ലേ. അതിനകത്തുള്ള ഓസിലേറ്ററിൻ്റെ അല്ലെങ്കിൽ അതിനകത്തുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ്റെ എനർജി കൂടി കൂടി വരും. ആൻഡ് വെൻ ദ ഫ്രീക്വൻസി ടെൻസ് ടു ഇൻഫിനിറ്റി, എനർജി ടെൻസ് ടു ഇൻഫിനിറ്റി. എനർജി ഇൻഫിനിറ്റി ആവുക എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് എവിടെയില്ല. ഇൻഫിനിറ്റി എനർജി ഒരു ബോക്സിനുണ്ട് എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പറ്റില്ല അല്ലേ. അതുപോലെ ഇവിടെ നോക്കുക, വെൻ ദി ഫ്രീക്വൻസി ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ വേവ് ലെങ്ത് ടെൻസ് ടു 0 എന്നല്ലേ. കാരണം ഫ്രീക്വൻസിയും വേവ് ലെങ്ത് ഇൻവേഴ്സ് റിലേഷൻ അല്ലേ, V = ന്യൂ ലാംഡ അല്ലേ. അപ്പം ഇഫ് ദി ഫ്രീക്വൻസി ടെൻസ് ടു ഇൻഫിനിറ്റി, എനർജി ഡെൻസിറ്റി ടെൻസ് ടു ഇൻഫിനിറ്റി. അല്ലെങ്കിൽ എങ്ങനെ പറയാം, ഇഫ് ദി വേവ് ലെങ്ത് ടെൻസ് ടു 0, വേവ് ലെങ്ത് 0 ആയി കഴിഞ്ഞാൽ എന്താവും? എനർജി ഡെൻസിറ്റി ടെൻസ് ടു ഇൻഫിനിറ്റി അല്ലേ. ഇത് പോസിബിൾ അല്ല. ഒരു ക്യാവിറ്റിക്കകത്തുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ഇൻഫിനിറ്റ് എനർജി അല്ലെങ്കിൽ അതിനകത്തുള്ള ഓസിലേറ്ററിന് ഇൻഫിനിറ്റ് എനർജി എന്ന് പറഞ്ഞാൽ അത് പോസിബിളായ കാര്യമല്ല അല്ലേ. അപ്പം ഇതൊരു കറ്റാസ്ട്രോഫിയാണ്, വിരോധാഭാസമാണ്. ഇതിനെയാണ് അൾട്രാ വയലറ്റ് കറ്റാസ്ട്രോഫി എന്ന് പറയാം. ഓക്കെ, എന്താ പറയുക? അൾട്രാ വയലറ്റ് കറ്റാസ്ട്രോഫി, UV കറ്റാസ്ട്രോഫി എന്ന് പറയും. റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അതുപോലെ ഈ ഒരു ഗ്രാഫ്. ഓക്കെ, ഇനി ആ ഗ്രാഫിനകത്ത് നിങ്ങൾ കണ്ടു എന്താണ്? റെയ്ലീ ജീൻസ് ഫോർമുല എന്താണ്? സ്മാളർ ഫ്രീക്വൻസിക്ക് വർക്കൗട്ട് ആവും, കാരണം ആ ഗ്രാഫുമായിട്ട് നന്നായിട്ട് മാച്ച് ചെയ്ത് പോകുന്നുണ്ട്. പക്ഷേ ഫ്രീക്വൻസി കൂടി കൂടി വരുമ്പം എങ്ങോട്ടാ പോണ ഗ്രാഫ്? മുകളിലേക്ക് എന്ന് പറഞ്ഞാൽ എനർജി ഡെൻസിറ്റി ഇൻഫിനിറ്റിയിലേക്കാണ് പോകുന്നത് അല്ലേ. അതുപോലെ ഇൻറ്റൻസിറ്റിയും ലാംഡയും തമ്മിലുള്ള ഗ്രാഫിലും അത് കാണിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒന്ന് നിർബന്ധമായിട്ട് പഠിക്കണം. എനിക്ക് തോന്നുന്നു ഫ്രീക്വൻസി പഠിക്കണം നല്ലതെന്നാണ്. വേവ് ലെങ്ത്തിന്റെ ടേംസിലാണെന്ന് രണ്ടും പഠിക്കാം, രണ്ടും പഠിക്കുകയാണ് ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പോൾ വേവ് ലെങ്ത്തിന്റെ ടേംസിലാകുമ്പോൾ ആ ഭാഗത്താവും, ഫ്രീക്വൻസിയുടെ ടേംസിലാകുമ്പോൾ ഈ ഭാഗത്താവും ഗ്രാഫ്. ഓക്കെ, അത് ഇൻവേഴ്സ് റിലേഷൻ കാരണമാണ്. ഓക്കെ, അപ്പം റെയ്ലീ ജീൻസ് ഫോർമുല അല്ലെങ്കിൽ ക്ലാസിക്കൽ എക്സ്പ്ലനേഷൻ പ്രകാരം സ്മാളർ ഫ്രീക്വൻസിക്ക് വർക്കൗട്ട് ആയി. ഓക്കെ, ഹയർ ഫ്രീക്വൻസിക്ക് വർക്കൗട്ട് ആയില്ല. ഓക്കെ, ഇനി ഹയർ ഫ്രീക്വൻസിക്ക് അവിടെ വീൻസ് ലോ വർക്കൗട്ട് ആവുമെന്നും കാണിക്കുന്നുണ്ട്. ഓക്കെ, കഴിഞ്ഞ എക്സാമിന് ചോദിച്ചാൽ അതുപോലെയാണ് അല്ലേ. ഡ്രോ ദി ഗ്രാഫ് ഓഫ് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ ഡെപ്പിക്റ്റിംഗ് വീൻസ് ലോ, റെയ്ലീ ജീൻസ് ഫോർമുല ആൻഡ് പ്ലാങ്ക്സ് ലോ, മൂന്നും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ഗ്രാഫ് വരയ്ക്കുക എന്ന് പറഞ്ഞത്. ആ ഗ്രാഫാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഓക്കെ ആണല്ലോ, അത് നോട്ട് ചെയ്യാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ എന്താണ് ഇവിടെ പ്രശ്നം വന്നത്, എങ്ങനെയാണ് ഇതിനെ ഡീൽ ചെയ്തത് ക്വാണ്ടം മെക്കാനിക്കലി എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ടൈറ്റിൽ ചെയ്ത ക്വാണ്ടം തിയറി ഓഫ് തെർമൽ റേഡിയേഷൻ, ക്വാണ്ടം തിയറി ഓഫ് തെർമൽ റേഡിയേഷൻ ബ്രാക്കറ്റിൽ പ്ലാങ്ക്സ് ഫോർമുല എന്ന് എഴുതുക. ഓക്കെ, ഈ ഒരു തിയറിനെ പ്ലാങ്ക് ആണ് ഒരു പുതിയ അപ്രോച്ച് പ്രകാരം എന്ത് ചെയ്തത്, എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ, റെയ്ലീ ജീൻസ് എന്താ പറഞ്ഞത്? A standing wave can exchange any amount of energy with matter. അല്ലെങ്കിൽ standing wave can exchange the energy continuum of energy with matter.
മാറ്ററും റേഡിയേഷനും തമ്മിൽ എനർജി എക്സ്ചേഞ്ച് കണ്ടിന്യൂസ് ആയിട്ടാണ് നടക്കുന്നത് എന്നുള്ള ക്ലാസിക്കൽ തിയറി പ്രകാരമാണ് റെയ്ലീ ജീൻസ് മുന്നോട്ട് പോയത്. ഓക്കെ, പക്ഷേ പ്ലാങ്ക് പ്രപ്പോസ് ചെയ്തു, മാക്സ് പ്ലാങ്ക് എന്ന് പറഞ്ഞ ആൾ പ്രപ്പോസ് ചെയ്തത് എന്ത്, ഈ എനർജി എക്സ്ചേഞ്ച്, ദ എനർജി എക്സ്ചേഞ്ച് ബിറ്റ്വീൻ മാറ്റർ ആൻഡ് റേഡിയേഷൻ കാൺ ബി കണ്ടിന്യൂസ്, ഇറ്റ് ഈസ് ഡിസ്ക്രീറ്റ് എന്ന് പറഞ്ഞു. എന്താ പറഞ്ഞത്, ദ എനർജി എക്സ്ചേഞ്ച് ബിറ്റ്വീൻ മാറ്റർ ആൻഡ് റേഡിയേഷൻ മസ്റ്റ് ബി ഡിസ്ക്രീറ്റ്, കണ്ടിന്യൂസ് ആയിട്ടല്ല ഡിസ്ക്രീറ്റ് ആയിട്ട് പാക്കറ്റ്സ് ആയിട്ട് നടക്കുള്ളൂ എന്ന് പ്ലാങ്ക് പ്രപ്പോസ് ചെയ്തു. ഓക്കെ, പിന്നെയോ he proposed that the energy of radiation of frequency nu emitted by the oscillating charges must be in integral multiple of h nu. എന്താ പറഞ്ഞത്, the energy of oscillator അല്ലേ, അവിടെ എന്ത് മെറ്റാലിക് സർഫസിലുള്ള ഇലക്ട്രോൺസ് ഉണ്ടല്ലോ, അത് ഓസിലേറ്റ് ചെയ്യുന്നില്ലേ, അതിനാണ് ഓസിലേറ്റേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. ദ എനർജി ഓഫ് ഓസിലേറ്റേഴ്സ്, the energy of radiation emitted by the oscillating charges, the energy of radiation emitted by the oscillating charges should be an integral multiple of h nu എന്ന് അദ്ദേഹം പ്രപ്പോസ് ചെയ്തു. എന്താണ്, ഈക്വൽ ടു NH nu എന്ന്. ഓക്കെ, ടെക്സ്റ്റിനകത്ത് ന്യൂ അല്ല എഫ് ആണ്. അപ്പം വേറെ n ഈക്വൽ ടു 0, 1, 2, 3 എക്സെട്ര. നമ്മൾ പ്ലാങ്ക്സ് ഫോർമുല പഠിച്ചു അല്ലെ, പ്ലാങ്ക്സ് ക്വാണ്ടൈസേഷൻ പ്രിൻസിപ്പിൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, എവിടെ, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് പറഞ്ഞപ്പം. അപ്പം അദ്ദേഹം എന്താ പ്രപ്പോസ് ചെയ്തത്, ഈ ഓസിലേറ്റേഴ്സ് ഉണ്ടല്ലോ അത് എന്താണ്, ഡിസ്ക്രീറ്റ് ആയിട്ടാണ് എനർജി എക്സ്ചേഞ്ച് നടത്തുന്നത് റേഡിയേഷനുമായിട്ട് അല്ലേ. അപ്പം ആ ഓസിലേറ്റേഴ്സ് എമിറ്റ് ചെയ്യുന്ന എനർജി എന്താണ്, ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾസ് ഓഫ് എച്ച് ന്യൂ ആയിരിക്കണം എന്ന് അദ്ദേഹം പ്രപ്പോസ് ചെയ്തു അല്ലേ. ഇനി അത്തരത്തിൽ നമ്മൾ ആ നേരത്തെ അവിടെ ഇ എന്ന് പറഞ്ഞൊരു ടേം വെച്ചിട്ടല്ലേ പറഞ്ഞേ, അവിടെ എനർജി കണ്ടിന്യൂസ് ആയിരുന്നു, ഇവിടെ NH ന്യൂ ഡിസ്ക്രീറ്റ് ആയിട്ട് പ്രപ്പോസ് ചെയ്തു അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇത് പ്രകാരം ഈക്വൽ ടു NH ന്യൂ ആണെങ്കിൽ ഈച്ച് ഓസിലേറ്റർ ഹാവ് ഡിഫറെൻറ്റ് ഫ്രീക്വൻസി, അല്ലെങ്കിൽ ഈച്ച് ഓസിലേറ്റർ ഹാസ് ആൻ എനർജി ഡിപ്പെൻഡിങ് ഓൺ ദെയർ ഫ്രീക്വൻസി അല്ലേ. ഒരു ഓസിലേറ്റർ, ഒരു ഇലക്ട്രോൺ ഓസിലേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി ന്യൂ ആണെങ്കിൽ അതിൻ്റെ എനർജി എത്രയാണ്, NH ന്യൂ അല്ലേ. അതുപോലെ വേറൊരു ഇലക്ട്രോൺ വേറെ ഫ്രീക്വൻസിയിലാണെങ്കിൽ അതിൻ്റെ എനർജി എത്രയാണ്, അതിൻ്റെ ഫ്രീക്വൻസി ഇൻറ്റു NH അല്ലേ. അപ്പം ദ എനർജി ഈസ് ഡിപ്പെൻഡൻറ്റ് ഓൺ ദി ഫ്രീക്വൻസി. അവിടെ പറഞ്ഞെന്താ, ക്ലാസിക്കൽ തെർമോഡൈനാമിക്സിലെ ഇക്വിപാർട്ടീഷൻ തിയറി പ്രകാരം പറഞ്ഞെന്താണ്, ഓൾ ദി ഓസിലേറ്റേഴ്സ് ഹാവ് ദി സെയിം എനർജി ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ ഫ്രീക്വൻസി എന്നാണ് പറഞ്ഞത്. ഇവിടെയോ ഈച്ച് ഓസിലേറ്റർ ഹാസ് എ ഫ്രീക്വൻസി എനർജി കറസ്പോണ്ടിങ് ടു ദെയർ ഫ്രീക്വൻസി, ഫ്രീക്വൻസിക്ക് അനുസൃതമായ ഒരു എനർജി ഉണ്ടെന്ന് അദ്ദേഹം പ്രപ്പോസ് ചെയ്തു അല്ലേ. ഇനി നമ്മൾ ഇത് ഇങ്ങനെ ഒരുപാട് എന്തുണ്ട്, ഓസിലേറ്റേഴ്സ് ഉണ്ട് അല്ലേ, ഒരുപാട് ഓസിലേറ്റേഴ്സ് ഉണ്ട്. അപ്പം നമ്മൾ നേരത്തെ ക്ലാസിക്കലി ഫോർമുലേറ്റ് ചെയ്ത കണ്ടിന്യൂസ് എനർജീനെ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്തല്ലേ ഫോർമുലേറ്റ് ചെയ്തത്. ഡിസ്ക്രീറ്റ് ആകുമ്പം ഇൻറ്റഗ്രേഷൻ എന്താവും, സമ്മേഷൻ ആവും അല്ലേ. ക്ലാസിക്കലി കണ്ടിന്യൂം ഓഫ് എനർജി ആയിരുന്നു, അതിന് നമ്മൾ ക്വാണ്ടം മെക്കാനിക്കലി ഡിസ്ക്രീറ്റ് ആയിട്ട് ഓരോ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ സമ്മേഷൻ ചെയ്യേണ്ടി വരും അല്ലേ. ഇൻറ്റഗ്രേഷൻ ചേഞ്ചസ് ടു സമ്മേഷൻ ഡിസ്ക്രീറ്റ് ആകുമ്പം. അതുകൊണ്ട് ദ ആവറേജ് എനർജി എന്താണ്, ദ ആവറേജ് എനർജി ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രേഷൻ വരും സം ഓവർ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി. എന്തായിരുന്നു ഫോർമുല, E ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ഇ ബൈ കെ ടി ബൈ സം ഓവർ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി ഇ റൈസ് ടു മൈനസ് ഇ ബൈ കെ ടി ആയിരുന്നു അല്ലേ. ഇനി ഈ എനർജിക്ക് പകരം എന്ത് ചെയ്യുക, NH ന്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ എങ്ങനെ വരിക, സം ഓവർ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി NH ന്യൂ ഇ റൈസ് ടു മൈനസ് NH ന്യൂ ബൈ കെ ടി ഡിവൈഡഡ് ബൈ സം ഓവർ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി ഇ റൈസ് ടു മൈനസ് NH ന്യൂ ബൈ കെ ടി എന്ന് കൊടുക്കുക അല്ലേ. ഈ ഒരു സമ്മേഷൻ ഇതൊരു GP ആണ്, ജിയോമെട്രിക് പ്രോഗ്രഷൻ ആണ്. ഓക്കെ, ഇത് നമ്മൾ ഇൻഫിനിറ്റ് സമ്മേഷൻ അല്ലേ. അപ്പോൾ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരുന്നു, A/1 - R ഫോർമുലയൊക്കെ അറിയാലോ. അപ്പം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുക, ഇതിൻ്റെ ആൻസർ H ന്യൂ ബൈ ഇ റൈസ് ടു H ന്യൂ ബൈ കെ ടി -1 അല്ലേ. ആവറേജ് എനർജി ഈസ് ഈക്വൽ ടു H ന്യൂ ബൈ ഇ റൈസ് ടു H ന്യൂ ബൈ കെ ടി -1. അത് തെറ്റിക്കരുത് കേട്ടോ. ആവറേജ് എനർജീൻ്റെ ഫോർമുല എന്താണ്, H ന്യൂ ബൈ
ഇ റൈസ് ടു എച്ച് ന്യൂ ബൈ കെ ടി മൈനസ് 1. -1 താഴെയാണ് കേട്ടോ. ഇതാണ് എന്ത് ആവറേജ് എനർജി അല്ലേ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു യു ഓഫ് ന്യൂ ഡി ന്യൂ അല്ലേ. ദ എനർജി ഓഫ് ഓസിലേറ്റേഴ്സ് ഈക്വൽ ടു എൻ ഓഫ് ന്യൂ ഇൻറ്റു എന്ത് ആവറേജ് എനർജി അല്ലേ. ഇതായിരുന്നു ഫോർമുല അല്ലേ. ഒരു ഡി ന്യൂ ഉണ്ടായിരുന്നു അല്ലേ. ഇതായിരുന്നു ഫോർമുല. അപ്പം ഇത് ഇനി നമ്മൾ ഈ ഒരു പ്രോസസ്സ് മുതൽ നമ്മൾ അവിടെ ക്ലാസിക്കലി പോയി, ഇവിടെ നമ്മൾ ക്വാണ്ടം മെക്കാനിക്കലി പോയി, പുതിയ തിയറി പ്രകാരം പോയി. അങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? യു ഓഫ് ന്യൂ ഡി ന്യൂ ഈസ് ഈക്വൽ ടു എന്താ കിട്ടുക? എൻ ഓഫ് ന്യൂ ഡി ന്യൂ എന്തായിരുന്നു? 8π ന്യൂ സ്ക്വയർ ബൈ സി ക്യൂബ് അല്ലേ. പിന്നെ ഒരു ഡി ന്യൂ ഉണ്ട്. പിന്നെ ഇതെന്താണ്? ആവറേജ് എനർജി എന്താണ്? എച്ച് ന്യൂ ബൈ ഇ റൈസ് ടു എച്ച് ന്യൂ ബൈ കെ ടി -1 അല്ലേ, ഡി ന്യൂ. ഇതാണ് പ്ലാങ്ക്സ് റേഡിയേഷൻ ഫോർമുല. ഓക്കെ, തെറ്റിക്കരുത്. ഓക്കെ, ഇതാണ് യു ഓഫ് ന്യൂ ഡി ന്യൂ ഈക്വൽ ടു എനർജി ഡെൻസിറ്റി ഇസ് ഈക്വൽ ടു 8π ന്യൂ സ്ക്വയർ ബൈ സി ക്യൂബ് ഇൻറ്റു എച്ച് ന്യൂ ബൈ ഇ റൈസ് ടു എച്ച് ന്യൂ ബൈ കെ ടി -1 ഡി ന്യൂ. ഇതാണ് പ്ലാങ്ക്സ് ഫോർമുല ഫോർ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ. ഓക്കെ, ഇവിടെ വേറെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ ന്യൂ സ്ക്വയർ ഉണ്ട്, ഇവിടെ ന്യൂ ഉണ്ട്. ന്യൂ സ്ക്വയറിൻ്റെ ന്യൂ എന്താ? ന്യൂ ക്യൂബാണ് കേട്ടോ. അപ്പം അത് മറക്കരുത്. ഞാൻ എന്തിനെങ്ങനെ എഴുതി വെച്ചാൽ നമുക്ക് നമ്പർ ഓഫ് സ്റ്റാൻഡിങ് വേവ്സ് 8π ന്യൂ സ്ക്വയർ ബൈ സി ക്യൂബ് അല്ലേ. അത് നമ്മുടെ ആവറേജ് എനർജി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എന്തായി? നമ്മുടെ പ്ലാങ്ക്സ് റേഡിയേഷൻ ഫോർമുലയായി. ഓക്കെ ആണല്ലോ. അതുകൊണ്ടാണ് ഞാൻ ആ രീതിയിൽ പ്രപ്പോസ് ചെയ്തത്. ഈ ഒരു പ്ലോട്ട് നമ്മൾ വെച്ച് കഴിഞ്ഞപ്പം എക്സാക്റ്റ് മാച്ചിങ് ആയിരുന്നു. നമുക്ക് എങ്ങനെയാണോ കിട്ടേണ്ടിയിരുന്നത് അതുപോലെ ആ ഒരു പ്ലോട്ട്, ബ്ലാക്ക് ബോഡി റേഡിയേഷൻ്റെ പ്ലോട്ട് അല്ലെങ്കിൽ തെർമൽ റേഡിയേഷൻ്റെ പ്ലോട്ട് എക്സാക്റ്റ് ആയിട്ട് അവിടെ കിട്ടി എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഇതെന്താണ്? എനർജി ഡെൻസിറ്റി പെർ യൂണിറ്റ് ഫ്രീക്വൻസിക്കുള്ള എക്സ്പ്രഷൻ. ഓക്കെ, ഇനി ഇൻ ടേംസ് ഓഫ് ലാംഡ, ടെക്സ്റ്റിനകത്ത് ലാംഡയുടെ ടേംസിലാണെന്ന് ഞാൻ പറഞ്ഞു. ഇൻ ടേംസ് ഓഫ് ലാംഡ, യു ഓഫ് ലാംഡ ഡി ലാംഡ ഇസ് ഈക്വൽ ടു എന്താണ്? 8π hc by lambda raised to 5 into 1 by e raised to hc by lambda kt -1. ഓക്കെ, ഇതേ എക്സ്പ്രഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. ലാംഡൻ്റെ ടേംസിലാക്കിയാൽ എന്താവും? 8π hc by lambda raised to 5 into 1 by e raised to hc by lambda kt -1 എന്നാവും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണെന്ത് നമ്മുടെ പ്ലാങ്ക്സ് റേഡിയേഷൻ ഫോർമുല എന്ന് പറയുന്നത്. ഇത് കൃത്യമായിട്ട് സ്മാൾ ഫ്രീക്വൻസിക്കും അതുപോലെ ഹൈ ഫ്രീക്വൻസിക്കും ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസിക്കും എല്ലാം വർക്ക് ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു പ്രത്യേകത. ഓക്കെ, അപ്പോൾ ആ ഒരു വർക്കിംഗ് കൂടെ നമുക്കൊന്ന് പറയാം. എങ്ങനെയാണ്? അറ്റ് ഹൈ ഫ്രീക്വൻസി ആയാൽ എന്തായിരുന്നു? ആർ ജെ ഫോർമുലേൻ്റെ, റെയ്ലേ ജീൻസ് ഫോർമുലേൻ്റെ പ്രശ്നം എന്തായിരുന്നു? എനർജി ഡെൻസിറ്റി ടെൻസ് ടു ഇൻഫിനിറ്റി അല്ലേ. അപ്പം ഹൈ ഫ്രീക്വൻസി ആയി കഴിഞ്ഞാൽ അല്ലേ, വെൻ ന്യൂ ഈസ് മച്ച് ഗ്രേറ്റർ, ഫ്രീക്വൻസി കൂടിയെന്നർത്ഥം. അത് നമ്മൾ പിന്നെ ഇതിൻ്റെ ടേംസിൽ നമ്മൾ എങ്ങനെ പറയാം? എച്ച് ന്യൂ മച്ച് ഗ്രേറ്റർ ദാൻ കെ ടി എന്ന് പറയാം. ഒരു തെർമോഡൈനാമിക്കൽ ആസ്പെക്റ്റിൽ നമ്മൾ ഫ്രീക്വൻസി കൂടിയത് എന്നിങ്ങനെ സൂചിപ്പിക്കുക. എച്ച് ന്യൂ മച്ച് ഗ്രേറ്റർ ദാൻ കെ ടി അല്ലേ. അപ്പം പോയിന്റ് ആയിട്ട് എഴുതുക അറ്റ് ഹൈ ഫ്രീക്വൻസി എച്ച് ന്യൂ ഈസ് മച്ച് ഗ്രേറ്റർ ദാൻ കെ ടി. അല്ലെങ്കിൽ എഴുതാം എച്ച് ന്യൂ ബൈ കെ ടി ഈസ് മച്ച് ഗ്രേറ്റർ ദാൻ 1 എന്ന് എഴുതാം. ഇതേ ഫോർമുല എച്ച് ന്യൂ ബൈ കെ ടിനെ ഇട്ടെടുക്കുക. എച്ച് ന്യൂ ബൈ കെ ടി മച്ച് ഗ്രേറ്റർ ദാൻ 1 എന്ന് പറഞ്ഞാൽ എച്ച് ന്യൂ ബൈ കെ ടി വളരെ വലുതാണെന്ന് അർത്ഥം. അതിൻ്റെ അർത്ഥം എന്താണ്? ഇ റൈസ് ടു, ദാറ്റ് മീൻസ് ഇ റൈസ് ടു എച്ച് ന്യൂ ബൈ കെ ടി ടെൻസ് ടു ഇൻഫിനിറ്റി അല്ലേ. ഇ റൈസ് ടു ഇൻഫിനിറ്റി എന്നുള്ള ഫോം ആവും. എച്ച് ന്യൂ ബൈ കെ ടി വളരെ വലുതാണെന്ന് പറഞ്ഞാൽ ഇ റൈസ് ടു എച്ച് ന്യൂ ബൈ കെ ടി എന്താവും? ഇൻഫിനിറ്റി ആവും അല്ലേ. ദാറ്റ് മീൻസ് ഇതെന്താണ്? ഇ റൈസ് ടു ഇൻഫിനിറ്റി 1 by ഇൻഫിനിറ്റി എന്നുള്ള ഫോം വരും. ദാറ്റ് മീൻസ് യു ഓഫ് ന്യൂ ഡി ന്യൂ ഈസ് ഈക്വൽ ടു 0 എന്ന് വരും, അല്ലെങ്കിൽ ടെൻസ് ടു 0 എന്ന് വരും അല്ലേ. ഇവിടെ ന്യൂ സ്ക്വയറും ന്യൂ ക്യൂബും ഒക്കെ ഉണ്ട്. പക്ഷേ അതിലേറൊക്കെ എത്രയും പെട്ടെന്ന് ഒരു പിന്നെ ഈ ഇക്വേഷനകത്ത് ഫ്രീക്വൻസി മാറിയാൽ അത് ഏറ്റവും പെട്ടെന്ന് റിഫ്ലക്റ്റ് ചെയ്യുക എവിടെയാണ്? എക്സ്പൊണൻഷ്യൽ ടേമിലാണ്. ഇ റൈസ് ടു എച്ച് ന്യൂ ബൈ കെ ടിയിലാണ് ആദ്യം റിഫ്ലക്റ്റ് ആവുക. അതുകൊണ്ടാണ് എച്ച് ന്യൂ ബൈ കെ ടി വളരെ വലുതായി കഴിഞ്ഞാൽ ഇ റൈസ് ടു എച്ച് ന്യൂ ബൈ കെ ടി ഇൻഫിനിറ്റി ആവും. അപ്പോൾ 1 by ഇൻഫിനിറ്റി 0 ആയി പോകും അല്ലേ. അപ്പോൾ എനർജി ഡെൻസിറ്റി എന്താവും? 0 ആവും. ഓക്കെ, അപ്പം കറ്റാസ്ട്രോഫി ട്രബിൾ അവിടെ തീർന്നു അല്ലേ. ഇവിടെ എന്തുള്ള അൾട്രാവയലറ്റ് കറ്റാസ്ട്രോഫി ഇല്ല. ഓക്കെ, ഇനി
അടുത്തത് അറ്റ് ലോ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? എച്ച് ന്യൂ മച്ച് ലെസ് ദാൻ കെ ടി. അറ്റ് ലോ ഫ്രീക്വൻസി എച്ച് ന്യൂ ഈസ് മച്ച് ലെസ് ദാൻ കെ ടി. That means h nu by kt is much less than 1. h nu by kt എന്ന് പറയുന്നത് വളരെ ചെറുതാണെന്ന് അർത്ഥം അല്ലേ? h nu by kt വളരെ ചെറുതായി കഴിഞ്ഞാൽ എന്താവുക? e raised to h nu by kt എന്താവുക? e raised to x ന്റെ എക്സ്പാൻഷൻ എന്താ? 1 plus x square by 2 plus x cube by 3. ഫാക്ടോറിയൽ ഉണ്ടോ? എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ പോകും അല്ലേ? ഇനി എക്സ് വളരെ ചെറുതാണെങ്കിൽ എക്സ് സ്ക്വയർ എക്സ് ക്യൂബ് എന്ന് പറഞ്ഞ ടേംസ് ഹയർ ടേംസ് നെഗ്ലക്ട് ചെയ്ത് പോയിട്ട് ബാക്കി എന്താവും? ഇ റൈസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ 1 plus x ആവും. അതുപോലെ എച്ച് ന്യൂ ബൈ കെ ടി വളരെ ചെറുതായി കഴിഞ്ഞാൽ ഇതെന്താവും? 1 plus എച്ച് ന്യൂ ബൈ കെ ടി എന്നാവും. ദാറ്റ് മീൻസ് ഇത് ഇ റൈസ് ടു എച്ച് ന്യൂ ബൈ കെ ടി പകരം 1 plus എച്ച് ന്യൂ ബൈ കെ ടി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പം എന്താ വരിക? യു ഓഫ് ന്യൂ ഡി ന്യൂ ഇസ് ഈക്വൽ ടു 8 pi ന്യൂ സ്ക്വയർ ബൈ സി ക്യൂബ് ഇൻറ്റു h nu by e raised to h nu by kt പകരം 1 plus h nu by kt. 1 plus h nu by kt minus 1. 1 minus 1 കട്ട് ചെയ്ത് പോയി അല്ലേ? 1 minus 1 കട്ട് ചെയ്ത് പോയി. പിന്നെ h nu by kt എന്ന് വരും. അപ്പം എന്താ വരിക? h nu കട്ട് ചെയ്ത് പോയി kt മുകളിലേക്ക് വരും അല്ലേ? ദാറ്റ് മീൻസ് 8 pi ന്യൂ സ്ക്വയർ ബൈ സി ക്യൂബ് ഇൻറ്റു kt ഡി ന്യൂ അല്ലേ? ഇതെന്താ സാധനം? അതാണ് റെയ്ലി ജീൻസ് ഫോർമുല അല്ലേ? റെയ്ലി ജീൻസ് ഫോർമുല ലോ ഫ്രീക്വൻസിയിൽ വർക്ക് ചെയ്തിരുന്നു എന്നാണ് പറഞ്ഞത് അല്ലേ? ലോ ഫ്രീക്വൻസി പറഞ്ഞാൽ എച്ച് ന്യൂ മച്ച് ലെസ് ദാൻ കെ ടി. ആ ഫോർമുലേഷൻ പോയി കഴിഞ്ഞാൽ അവിടേക്ക് എത്തുക റെയ്ലി ജീൻസ് ഫോർമുലയിലേക്ക് എത്തും. അതുകൊണ്ട് പ്ലാങ്ക്സ് റേഡിയേഷൻ ഗീവ്സ് റെയ്ലി ജീൻസ് ഫോർമുല അറ്റ് ലോ ഫ്രീക്വൻസി അല്ലേ? അപ്പോൾ ഈ രീതിയിൽ എന്ത് ചെയ്തു? പിന്നെ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് ഒരു പുതിയ പ്രൊപ്പോസൽ വെച്ചിട്ട് എന്താണ്? മാറ്ററും റേഡിയേഷനും തമ്മിലുള്ള എക്സ്ചേഞ്ച് കണ്ടിന്യൂസ് ആയിട്ടല്ല ഡിസ്ക്രീറ്റ് ആയിട്ട് നടക്കും എന്നുള്ളൊരു പ്രൊപ്പോസൽ ഇ ഈക്വൽ ടു എൻ എച്ച് ന്യൂ എന്നുള്ളൊരു പ്രൊപ്പോസൽ പ്ലാങ്ക് ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തെർമൽ റേഡിയേഷൻ അല്ലെങ്കിൽ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എന്ന് പറഞ്ഞ ഈ ഒരു കോൺസെപ്റ്റ് വളരെ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് അത് ഗ്രാഫിക്കൽ പ്ലോട്ട് കൃത്യമായിട്ട് കിട്ടുകയും ചെയ്തു. ഓക്കെ, ഈ രീതിയിലാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണിത്. അതിനകത്ത് ആ ഗ്രാഫ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ഓരോ ഫോർമുലാസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതേ സംഭവങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാനുണ്ടാവും? സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൽ പിന്നെ പഠിക്കാനുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതാണ് തെർമൽ റേഡിയേഷൻ അല്ലെങ്കിൽ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ. ഓക്കെ, ഇനി ഇതുപോലുള്ള അടുത്തൊരു എഫക്റ്റും കൂടെ ഉണ്ട്, കോംപ്റ്റൺ എഫക്റ്റ്. നമുക്ക് അടുത്ത ക്ലാസ് ചർച്ച ചെയ്യാം. ഓക്കെ, സി യു ദെൻ. താങ്ക് യു ആൾ.